നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുൻപ് ഇതോട് റിലേറ്റഡ് ആയിട്ടുള്ള വാട്ടർ പമ്പിനെ കുറിച്ചിട്ടുള്ളതും പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരുടെയും സംശയങ്ങൾ ഒരുപാടായതുകൊണ്ടാണ്, അതേപോലെ ഒരുപാട് കമൻറ്റുകളും അല്ലാതെ വാട്സപ്പിലും മെസ്സേജ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വെള്ളം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് എങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പല ആൾക്കാരും പല രീതിയിലാണ് നമ്മുടെ പമ്പ് സെറ്റ് കണക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ കാണിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള, അതായത് ഈ സ്റ്റാർട്ടറും അതേപോലെ തന്നെ DOP സ്വിച്ച്, ഡബിൾ പോൾ, 2 ന്യൂട്രലും ഫേസും കട്ടാവുന്ന രീതിയിലുള്ള സ്വിച്ച്. അതുപോലെ തന്നെയാണ് ഈ സ്റ്റാർട്ടറും ഉള്ളത്. അതേപോലെ ഇതിനൊരു ഫ്യൂസ് വരുന്നുണ്ട്. ഇതിനകത്ത് ആംബിയർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് പുറമെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലൊരു സ്റ്റാർട്ടറുകൾ എപ്പോഴും ഒരു റിലേ വെച്ചിട്ട് ചില ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ റിലേ വെച്ചും ഉപയോഗിക്കാം. പക്ഷേങ്കിൽ കൂടുതൽ നല്ലത് ഇതുപോലുള്ള സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുന്നതാണ്. കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ സെൻസിറ്റിവിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നത് കാണാനും പറ്റുന്നതാണ്. അടുത്തതായിട്ട് മെയിൻ വരുന്ന ഒരു കംപ്ലൈൻറ്റ്, ഇവിടെ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ പമ്പിൻ്റെ പോകുന്ന ഭാഗത്ത് പല കാരണങ്ങൾ കൊണ്ടും വൈബ്രേഷൻ കൊണ്ട് ഇവിടെ ചെറുതായി, വളരെ ചെറിയൊരു ഹോൾസായിട്ട് അവിടെ എയർ ലീക്ക് വരികയും വെള്ളം എടുക്കുന്നതിൽ കംപ്ലൈൻറ്റ് വരികയും സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ട് ലെവൽ, അതായത് വളരെ താഴോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ, വേനൽക്കാലങ്ങളിൽ വളരെ താഴോട്ട് വെള്ളം പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫൂട്ട് വാൽവിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് വെള്ളം കൃത്യമായിട്ട് നിൽക്കാതിരിക്കുകയും അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്രാവശ്യം വെള്ളം എടുക്കുന്ന സമയത്തും വെള്ളം നിറക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതേപോലെ ഫൂട്ട് വാൽവിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോട്ടോർ യാതൊരു കാരണവശാലും വെള്ളം എടുക്കാതിരിക്കുകയും ചെയ്യും. ഇതിന് പരിഹാരം ഫൂട്ട് വാൽവ് റിമൂവ് ചെയ്ത് പുതിയൊരു ഫൂട്ട് വാൽവ് ഇടുക എന്നാണ്. ഞാനിതിന് മുമ്പ് ഫൂട്ട് വാൽവ് റിപ്പയറിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. ഇതിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2 വാൽവാണ്. ഒന്ന് വെള്ളം നിറക്കാനും അതേപോലെ തന്നെ മറ്റൊരു വാൽവ് നമുക്ക് വെള്ളം അടക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിൻ്റെ, അതായത് നമുക്ക് മോട്ടോറിൽ നിന്നും നേരെ നമ്മുടെ പമ്പിൻ്റെ യൂണിറ്റിലേക്ക് പോകുന്നു, നമുക്ക് കിണറിലേക്കുള്ള പൈപ്പ് ലൈനിലേക്ക് പോകുന്നു. അങ്ങനെയാണ് വെള്ളം നിറച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുന്നത്, അതായത് പ്രൈം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മുഴുവൻ വെള്ളവും ബാക്കി നമ്മുടെ പൈപ്പ് ലൈനിലേക്ക് ഒഴുകി പോവുകയും ഇവിടെ വെള്ളം നിറയാതിരിക്കുകയും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാൽവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം നിറക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനു വേണ്ടി ഒരു വാൽവ് നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരപ്രദമായിരിക്കും. ഇത് എല്ലാം തന്നെ വളരെ എയർ ടൈറ്റ് അല്ലെങ്കിൽ ലീക്ക് പ്രൂഫ് ആയിരിക്കണം. പിന്നീട് വരുന്നത് നമ്മുടെ മോട്ടോറിൻ്റെ സെക്ഷനിൽ വെള്ളം എടുക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള കാരണങ്ങൾ. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഫൂട്ട് വാൽവിൻ്റെ കംപ്ലൈൻറ്റ്, അതേപോലെ വാഷറിൻ്റെ കംപ്ലൈൻറ്റ്. അടുത്തത് വരുന്നത് കപ്പാസിറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും മോട്ടർ കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയും, അതുകൊണ്ട് നിങ്ങൾ ദയവേത് ഇതിൻ്റെ കപ്പാസിറ്റർ പുതിയത് തന്നെ ഇടുക. പുതിയത് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റി പുതിയത് തന്നെ ഇടുക. അതിൻ്റെ പവർ, അതായത് ഇതിൻ്റെ കപ്പാസിറ്റൻസ് കുറയുന്ന സമയത്തും കംപ്ലൈൻറ്റുകൾ വരും. 3 ഫേസ് മോട്ടറിന് നമുക്ക് കപ്പാസിറ്ററോ ബാക്കി കാര്യങ്ങൾ ആവശ്യമില്ല. അത് സെൽഫ് റൊട്ടേഷൻ ഉള്ളതാണ്. സിംഗിൾ ഫേസിൽ റൊട്ടേറ്റിംഗ് ഫ്ലക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് സെൽഫ് റൊട്ടേഷൻ അല്ല. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതലുണ്ട്. ഏതായാലും ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ മോട്ടറിൻ്റെ മേലെ കാണുന്ന ഈ വരവരായിട്ടുള്ള വിങ്സ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമ്മൾ പെയിൻറ്റുകൾ ഒരുപാട് അടിക്കരുത്. ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ അത് ചൂടാവുകയും, അത് ചൂട് കുറക്കുവാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഗുണം ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്. തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ളൊരു പെയിൻറ്റ് മാത്രമേ അതിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ അടുത്ത നമ്മുടെ മോട്ടോർ കഴിഞ്ഞാൽ പമ്പ് സെക്ഷനിലെ ഇമ്പല്ലർ, അതായത് പമ്പ് യൂണിറ്റിലെ എന്തെങ്കിലും പൊട്ടുകയോ അല്ലെങ്കിൽ വളരെയധികം തേയ്മാനം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം എടുക്കാതിരിക്കാൻ സാധ്യത ഏറെയാണ്. അതേപോലെ തന്നെ വോൾട്ടേജ് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വെള്ളം കൃത്യമായിട്ട് പമ്പ് ചെയ്യുന്നതല്ല. വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈൻഡിങ്ങിനൊക്കെ കംപ്ലൈൻറ്റ് വരികയും, എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് കത്തിപ്പോകാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായി നമുക്ക് ആംബിയർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മോട്ടറിന് സേഫ്റ്റിയാണ്. കൂടുതൽ ആംബിയർ വന്ന്, കൂടുതൽ കറണ്ട് വന്ന് നമ്മുടെ മോട്ടോർ കത്തിപ്പോകാനുള്ള സാധ്യത കുറവാണ്.
പിന്നീട് വരുന്നത് മോട്ടോർ സ്റ്റാർട്ട് ആവാതിരിക്കുന്ന കംപ്ലൈൻറ്റുകൾക്കാണെങ്കിൽ നോർമൽ നമുക്ക് ടെസ്റ്റർ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് പുറമെ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നല്ലത്. അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും നല്ല മാർഗം ഒരു ബൾബ്, നോർമലി നമ്മുടെ ബൾബ് ഉപയോഗിച്ചിട്ട് ഒരു ഹോൾഡർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്, അതായത് പേപ്പറിൽ വരച്ചിട്ടുള്ളത് ഒരു നോർമലി ഒരു സാധാരണ മോട്ടറിലേക്ക് കൊടുക്കുന്ന ഒരു കണക്ഷനാണ്. ആദ്യം ന്യൂട്രൽ ഫേസ് വന്നു, 2 ഫ്യൂസ്, ഇല്ല എന്നുണ്ടെങ്കിൽ 1 ഫ്യൂസ് ആയാലും മതി. പിന്നെ അതേപോലെ തന്നെ വരുന്നത് DOP സ്വിച്ച്, പിന്നീട് വരുന്നത് സ്റ്റാർട്ടർ, അത് കഴിഞ്ഞിട്ട് മോട്ടറിലേക്ക് പോകുന്നു. ഇനി നമുക്ക് മോട്ടറിലേക്ക് പോകുന്ന സ്റ്റാർട്ടറിൻ്റെ ജസ്റ്റ് ഇതൊന്ന് അഴിച്ച് നോക്കാൻ വേണ്ടി പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടി പറ്റും. ഇതാ നമ്മൾ ജസ്റ്റ് ഈ 2 സ്ക്രൂവും അഴിച്ച് കഴിഞ്ഞാൽ ഇത് പലതരത്തിലുള്ള സ്റ്റാർട്ടർ ഇപ്പോഴും വരുന്നുണ്ട്. ഇത് അഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് സൈഡിലൊന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഇതാ 2 സ്ക്രൂവും മുഴുവനായിട്ട് അഴിച്ച് കഴിഞ്ഞു. ഇതാ സൈഡിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇതിനകത്ത് നമുക്കൊരു സ്ക്രൂ ഉപയോഗിച്ചിട്ട്, സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്ക്രൂ സെക്ഷൻ പോലുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ആംബിയർ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എത്രയാണോ വേണ്ടത് ആ രീതിയിൽ, നമ്മുടെ മോട്ടറിന് എത്രയാണോ ആംബിയർ വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ കൂടുതൽ കറണ്ട് എടുക്കുന്ന സമയത്ത്, അതായത് വോൾട്ടേജ് കുറഞ്ഞ് കൂടുതൽ കറണ്ട് എടുക്കുന്ന സമയത്താണ് നമ്മുടെ മോട്ടറിൻ്റെ വൈൻഡിങ് കൂടുതലും കത്തിപ്പോകുന്നത്. അങ്ങനെയുള്ള സമയങ്ങളിൽ കൂടുതൽ ആംബിയർ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇത് കട്ട് ഓഫ് ആകുന്നതാണ്. ഇത് മോട്ടോറിന് ഒരു സേഫ്റ്റി യൂണിറ്റ് തന്നെയാണ്. പല ആൾക്കാരുടെയും വീടുകളിൽ മോട്ടോർ വൈൻഡിങ് ഇടയ്ക്കിടയ്ക്ക് കത്തുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവരുടെ അടുത്ത് മെയിനായിട്ടുള്ള പ്രശ്നം അവരുടെ വോൾട്ടേജ് പ്രോബ്ലം, അതേപോലെ അവരുപയോഗിക്കുന്ന രീതിയുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള സേഫ്റ്റി ഡിവൈസുകൾ ബൈപ്പാസ് ചെയ്യരുത്. അതേപോലെ നിങ്ങൾ ഇലക്ട്രിക്കൽ ഐറ്റംസുമായി നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സേഫ്റ്റി പ്രിക്കോഷനുകളും, അതായത് ഷോക്ക് അടിക്കാതിരിക്കാനുള്ള എല്ലാ പ്രിക്കോഷനുകളും ദയവായി നിങ്ങൾ സ്വീകരിക്കുക. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വളരെ ചെറുതായിട്ട് ഞാൻ ഈ വളരെ ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.